പ്രിയപ്പെട്ടവരെ, ഇന്ന് പുസ്തക പരിചയത്തിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന പുസ്തകം ലളിതാംബിക അന്തർജനത്തിൻ്റെ സാവിത്രി അഥവാ വിധവാ വിവാഹം എന്ന പുസ്തകമാണ്. യഥാർത്ഥത്തിൽ ഇതൊരു 6 നൂറ്റാണ്ട് മുമ്പ് ഇറങ്ങേണ്ടിയിരുന്ന ഒരു പുസ്തകമാണ്. വളരെ അത്ര പ്രസക്തിയുള്ള, ആ ഒരു സമയത്ത് അത്ര പ്രസക്തിയുള്ള ഒരു നാടകമാണിത്. ആക്ച്വലി ഈ നാടകം നടക്കുന്ന അല്ലെങ്കിൽ ഈ നാടകം എഴുതപ്പെടുന്ന സമയത്ത് ലളിതാംബിക അന്തർജനം സാഹിത്യലോകത്തേക്ക് കടന്നു വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ സ്ത്രീകൾക്ക് അത്രയൊന്നും പ്രാധാന്യമില്ലായിരുന്ന സമയത്തും സ്വന്തമായ കയ്യൊപ്പ് രേഖപ്പെടുത്തിയ വ്യക്തിത്വമാണ് ലളിതാംബിക അന്തർജനത്തിന്. അപ്പൊ ഈ ഒരു നാടകം എന്ന് പറയുന്നത് തീർച്ചയായും വിധവാ വിവാഹത്തെക്കുറിച്ചുള്ളത് തന്നെയാണ്. VT ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ആദ്യത്തെ വിധവാ വിവാഹം നടന്നതിന് ശേഷമാണ് ഈ രചന വരുന്നത്. 18 രംഗങ്ങളുള്ള ഒരു നാടകമാണ് ഇത്. അപ്പൊ ഈ നാടകത്തിനകത്ത് അന്നത്തെ ഒരു പ്രത്യേക സമയത്തെ നമ്പൂതിരി സ്ത്രീകൾ അനുഭവിച്ചിരുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നമ്പൂതിരി സ്ത്രീകൾ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അവര് നമുക്ക് ഒരു സ്ത്രീ എന്ന നിലയിൽ പല കാര്യങ്ങളും നമുക്ക് ഇന്ന് കണക്ട് ചെയ്യാൻ പറ്റാത്ത അത്രയും രീതിയിലുള്ള അവരുടെ അന്നത്തെ അനുഭവങ്ങളാണ്. സത്യത്തിൽ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത് ഒരു 6 നൂറ്റാണ്ട് പുറകിലേക്ക് പോകുന്ന ഒരു നാടകമാണ്. അപ്പൊ പല കാര്യങ്ങളും നമ്മൾ കേട്ട് കേൾവി പോലും ഇല്ലാത്ത ആ ഒരു രീതിയിൽ നിന്നായിരിക്കും ഈ നാടകത്തിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ നാടകത്തിലെ രംഗങ്ങളൊക്കെ നോക്കിയാൽ തന്നെ അത് വളരെ മനോഹരമാണ്. നമുക്ക് എന്താണ് പറയുക, ഒരു നൊസ്റ്റാൾജിക്ക്, നമുക്ക് എന്നോ നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ നമുക്കൊന്നും ഒട്ടും പരിചിതമല്ലാത്ത പൂജാമുറികൾ അല്ലെങ്കിൽ തുളസിത്തറ, അങ്ങനെ ഇതിന്റെ രംഗങ്ങളൊക്കെ വളരെ മനോഹരമായാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ 18 രംഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സത്യമായിട്ട് ഒരു സ്ത്രീ അനുഭവിക്കുന്ന വേദനകൾ അല്ലെങ്കിൽ ജീവിതത്തിലെ നമ്മൾ ഒരു ഘട്ടത്തിൽ, അതായത് സ്വപ്നങ്ങളിൽ ചിറക് വയ്ക്കുന്നതിന് മുമ്പ് വിധവയായി പോകുന്ന സ്ത്രീകളെ കുറിച്ചുള്ള, അല്ലെങ്കിൽ ആ സ്ത്രീകൾ മുന്നോട്ട് എങ്ങനെ ജീവിക്കുക, അങ്ങനെ പല ചോദ്യങ്ങളുമാണ് ഇത് നമുക്ക് ഈ ഒരു നാടകം മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് നമ്മൾ വായിച്ചു കഴിയുമ്പോൾ വലിയൊരു ചോദ്യമായിരിക്കും. അന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയും സ്ട്രഗിൾ ചെയ്ത സ്ത്രീകൾക്കിടയിലാണല്ലോ നമ്മളിപ്പോൾ ഇന്ന് നിൽക്കുന്നതെന്ന ഒരു വലിയൊരു നമുക്കൊരു വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ. എന്താണ്, നമ്മൾ ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നു, അല്ലെങ്കിൽ ഇന്നത്തെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് മുൻപ് എവിടെ നിന്നാണ് നമ്മൾ ഇവിടെ എത്തി നിൽക്കുന്നതെന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്കൊരു ഈ നാടകത്തിലെ 18 രംഗങ്ങൾ വായിച്ച് നമ്മൾ വളരെ നെടുവീർപ്പോടെ, അല്ലെങ്കിൽ അന്നത്തെ പല ദുരാചാരങ്ങളും അല്ലെങ്കിൽ അന്നത്തെ വളരെ നെഗറ്റീവായ പല രീതികൾ എങ്ങനെയാണ് സ്ത്രീകളെ ബാധിച്ചിരുന്നത് എന്നതാണ് ഈ നാടകം സത്യത്തിൽ പറയുന്നത്. സമയത്തുള്ള സ്ത്രീകൾ അനുഭവിച്ചിരുന്ന കുറേ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഈ ബാല്യവിവാഹത്തിന്റെ അതിന്റെ കോൺസിക്വൻസസ് അനുഭവിക്കുന്ന സ്ത്രീകളെ കുറിച്ചാണ് ഇതിൽ ശരിക്കും പറയുന്നത്. പ്രേംജിയുടെ ഋതുമതി അല്ലെങ്കിൽ VT ഭട്ടതിരിപ്പാടിന്റെ രചനകളോടൊക്കെ നമുക്ക് ചേർത്ത് വെച്ച് വായിക്കാൻ പറ്റുന്ന ഒരു രചന തന്നെയാണിത്. പിന്നെ ഇതിനകത്ത് അവിടെ ഒന്നും നമുക്ക് കാണാത്ത ആ ഒരു സ്ത്രീയുടെ വേദനകൾ കറക്റ്റായി അടയാളപ്പെടുത്തുന്ന ഒരു നാടകം. ഇതിനകത്തുള്ള രംഗവിധാനങ്ങളിലാവട്ടെ, അല്ലെങ്കിൽ സംഭാഷണങ്ങളിലാവട്ടെ, നാടകീയ മുഹൂർത്തങ്ങളിലാവട്ടെ, എല്ലാം നമുക്ക് ഒരു സ്ത്രീയുടെ വേദന അത്ര ക്ലിയറായി എടുത്തു പറയുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്നാലും നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ നമുക്ക് ആ ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്ന ഒരു പുസ്തകം എന്ന നിലയിൽ നമുക്ക് ഓരോ സ്ത്രീയും ഒരു പക്ഷേ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം, അല്ലെങ്കിൽ ഈ നമ്മുടെ ഒരു സമുദായത്തിൻ്റെ, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മൾ അനുഭവിച്ച പ്രശ്നങ്ങളെക്കുറിച്ച്, നമ്മുടെ നവോത്ഥാനത്തിൻ്റെ വഴികളെക്കുറിച്ചൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ലളിതാംബിക അന്തർജനത്തിൻ്റെ മനോഹരമായൊരു പുസ്തകം തന്നെയാണിത്. താങ്ക് യു. ബൈ.